വനിതാ ലീഗിൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ടുള്ള ഒരു മഹാപരിപാടിയാണ്, സംഗമമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട കുഞ്ഞിപ്പു സാഹിബിൻ്റെ നാമധേയത്തിൽ മുസ്ലിം ലീഗ് പരിതൂർ പഞ്ചായത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയാണ് ഇവിടെ വളരെ ഭംഗിയോടുകൂടി നടന്നിട്ടുള്ളത്. ഇനിയും പരിപാടികൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. 5 മിനിറ്റ് സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും വളരെ ഈ പരിതൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു 40 കൊല്ലത്തെ ഭരണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ UDFൻ്റെ ഭരണ സംവിധാനത്തെ നിങ്ങൾ കയറ്റിയിട്ടുള്ളത് ഒരുപാട് പ്രതീക്ഷകളോട് അർപ്പിച്ചുകൊണ്ടാണ്. ആ പ്രതീക്ഷകളോടൊപ്പം നിങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളിവിടെ മനസ്സിലാക്കുന്നത്. കാരണം മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീയെയും അംഗനവാടി ടീച്ചർമാരെയും ആശാ വർക്കർമാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സമ്മേളനങ്ങൾ വിജയിപ്പിച്ചെടുക്കുന്നുണ്ട് എങ്കിൽ പരിതൂർ ഗ്രാമപഞ്ചായത്തിൽ വനിതാ സംഘടനയ്ക്ക്, വനിതാ ലീഗിന് ഇത്തരം ഒരു സംവിധാനവും ഉപയോഗിക്കപ്പെടാതെ തന്നെ ഈ പരിതൂർ പഞ്ചായത്തിൻ്റെ വനിതാ ലീഗിൻ്റെ സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി അധികാരത്തിൽ കയറ്റിയിട്ടുള്ളതെങ്കിൽ 4 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ട വനിതാ ലീഗിൻ്റെ രചനയും അതുപോലെ തന്നെ അനിത രാമചന്ദ്രനും സൗമ്യ സുഭാഷ് ഉൾപ്പെടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസും അതുപോലെ തന്നെ വഹീദ ജലീൽ ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ ഭരണസമിതിയുടെ ഭാഗമാണ്. നമുക്കറിയാം, ഈ ഗ്രാമപഞ്ചായത്ത് അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീടെന്ന സ്വപ്നം, ഒരുപാട് പേരുടെ സ്വപ്നം സാക്ഷാത്കാരം ഇവിടെ ഈ സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ്. ഈ പരിതൂർ ഗ്രാമപഞ്ചായത്തിൽ 4 വർഷം കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കൊണ്ട് 452 വീടുകൾ ഇവിടെ നമ്മൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരുപക്ഷേ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വീട് നൽകിയ ഒരു പഞ്ചായത്ത് എന്നത് പരിതൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കും എന്നുകൂടി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് പേര് അപേക്ഷകരായി ഇനിയുമുണ്ട്. 50-ഓളം പേര് ഇനിയും അപേക്ഷകരായിട്ടുണ്ട്. ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇവരും കൂടി ലൈഫ് ഭവന പദ്ധതിയിലൂടെ അവർക്ക് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ പാർപ്പിട മേഖല രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ കാർഷിക മേഖലകളിലും എല്ലാം സമാനതകളില്ലാത്ത രീതിയിലുള്ള മുന്നേറ്റമാണ് പരിതൂർ ഗ്രാമപഞ്ചായത്തിന് 4 വർഷം കൊണ്ട് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ആരോഗ്യ മേഖലയിൽ നമ്മുടെ ആശുപത്രിയുടെ സമയം 2 മണി വരെയായിരുന്നു നമ്മുടെ ആശുപത്രിയുടെ സമയമുണ്ടായിരുന്നത്. അത് ദീർഘിപ്പിച്ച് 6 മണി വരെ സമയമാക്കി എന്നുള്ളത് ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന ഒന്നാണ്. കാരണം ആ ആശുപത്രിയിൽ ദിനേന വരുന്നത് 300ഓളം വരുന്ന രോഗികളാണ്. ആ 300ഓളം വരുന്ന രോഗികൾക്ക് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം ഉച്ചയ്ക്ക് 2 മണി വരെ ചികിത്സ തേടി എത്തുമ്പോൾ ആ ഡോക്ടറെ കാണുവാനും ആ ഡോക്ടർക്ക് ഇവരെ ചികിത്സിക്കുന്നതിനും മതിയായ സമയം ലഭ്യമല്ലാതെ വരുന്നു എന്ന സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പദ്ധതിയിൽ ഈ ആശുപത്രിയുടെ സമയം വൈകുന്നേരം 6 മണി വരെ ആക്കുന്നതിനും അഡീഷണലായി ഒരു ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും അതുപോലെ തന്നെ നഴ്സിനെയും സ്റ്റാഫ് നഴ്സിനെയും ഉൾപ്പെടുത്താൻ പരിതൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 10-26 പേര് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളുണ്ട്. കിഡ്നി രോഗം വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം പണമുള്ളവനും പണമില്ലാത്തവനും അന്താളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് രോഗത്തിന് മുന്നിൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ ആ സംഭവത്തിന് മുന്നിൽ അന്താളിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ചെറിയ ഒരു ആശ്വാസം എന്ന നിലക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിമാസം 4000 രൂപ നൽകുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷവും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനവധി വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്നത് സഹോദരിമാരാണ്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ കഴിഞ്ഞ നമ്മുടെ പാർലമെൻറ്റ് മെമ്പർ ET മുഹമ്മദ് ബഷീർ സാഹിബ് നമ്മുടെ പഞ്ചായത്തിനെ
സാഗി പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ 200ഓളം വരുന്ന സഹോദരിമാർക്ക് തുന്നൽ പരിശീലനവും ബ്യൂട്ടീഷ്യൻ കോഴ്സും കമ്പ്യൂട്ടർ കോഴ്സും സൗജന്യമായി പഠിപ്പിക്കുവാനും അവരെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്നതിനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ള സന്തോഷം കൂടിയും നിങ്ങൾ അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരുപാട് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് നമ്മുടെ പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചെറിയ ഒരു സമയം കൊണ്ട് എനിക്ക് നിങ്ങളിൽ മുന്നിൽ വിശദീകരിക്കാൻ കഴിയാത്ത ഒരു സമയമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ തന്നെ അംഗനവാടികളില്ലാത്ത പ്രദേശങ്ങളിൽ അംഗനവാടികളും അതുപോലെ തന്നെ വെള്ളിയാങ്കല്ല് പാർക്കിൽ ടേക്ക് ബ്രേക്കും നമ്മുടെ കൊഴുക്കുന്നാമ്പാറ സ്റ്റേഡിയത്തിൽ നമ്മളെ മഡ് ടർഫും ഉൾപ്പെടെയുള്ള നിരവധി വൻകിട പദ്ധതികളാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2025-26 വാർഷിക പദ്ധതിയിൽ നമ്മൾ വീണ്ടും തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുട്ബോൾ കളിക്കുന്നതിന് വേണ്ടിയുള്ള കളിക്കാർക്കുള്ള ഗ്രൗണ്ടിന് വേണ്ടി 20 ലക്ഷം രൂപ വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാക്കുന്നതിന് വേണ്ടി പണം നമ്മൾ വകയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മിന് വേണ്ടിയുള്ള വലിയൊരു സംവിധാനം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ നിരവധിയായ പദ്ധതികൾ, ചെറുതും വലുതുമായ പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് 4 വർഷം കൊണ്ട് ഇപ്പോൾ 5ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. 5 വർഷം കൊണ്ട് ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ്. 5 വർഷം കൊണ്ട് 25-35 വർഷത്തെ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്, പൂർത്തീകരണം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, പരുതൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സകലമാന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ 5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് 100 റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനമാണ് പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത് എന്നുകൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വനിതാ സമ്മേളനത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.